വരൂ ഇനി ആടിയിൽ ആറാടാം. എടപ്പാൾ ചോയ്സ് വെഡിംഗ് കാസൽ വമ്പിച്ച ആടി സെയിൽ. എല്ലാത്തരം വസ്ത്രങ്ങൾക്കും 5% മുതൽ 50% വരെ ഡിസ്കൗണ്ട്. ചോയ്സ് വെഡിംഗ് കാസൽ, അമാന മാൾ, എടപ്പാൾ. തൃത്താല മേഖലയിൽ വീണ്ടും തെരുവ് നായ്ക്കളുടെ ശല്യം. നാഗലശ്ശേരിയിൽ 4 പശുക്കളും 1 ആടും പേവിഷബാധയേറ്റ് ചത്തു. ഇതോടെ പ്രദേശവാസികൾ ആശങ്കയിലാണ്. ഈ കാഴ്ച നാഗലശ്ശേരി പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന കൂറ്റനാട് ബസ് സ്റ്റാൻഡിന് സമീപത്തു നിന്നുമാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് തെരുവുനായ്ക്കളുടെ ശല്യത്തെക്കുറിച്ച് ACV ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നത്. തൃത്താല മേഖലയിലെ വിവിധയിടങ്ങളിലും തെരുവുനായ ശല്യം രൂക്ഷമാണ്. ഇതിന്റെ അനന്തരഫലം കൂടിയാണ് നാഗലശ്ശേരി പഞ്ചായത്തിൽ സംഭവിച്ചത്. പഞ്ചായത്തിൽ 4 പശുക്കളും 1 ആടുമാണ് പേവിഷബാധയേറ്റ് ചത്തത്. തെരുവുനായ്ക്കളുടെ വിഹാര കേന്ദ്രമാണ് നിലവിൽ നാഗലശ്ശേരി പഞ്ചായത്തിലെ വിവിധ ഇടങ്ങൾ. ഇവയ്ക്കിടയിൽ വിഷനായ്ക്കളുടെ സാന്നിധ്യം കണ്ടു തുടങ്ങിയതോടെ നാട്ടുകാരും ഭീതിയിലാണ്. നിരവധി തവണ തെരുവുനായ ശല്യം ചൂണ്ടിക്കാട്ടി ഗ്രാമപഞ്ചായത്തിനും അധികൃതർക്കും പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ലെന്നാണ് ആക്ഷേപം. നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡ് പ്രദേശങ്ങളിൽ തെരുവുനായ്ക്കളുടെ അക്രമം അതിരൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ക്ഷീര കർഷകരുടെ 4ഓളം വരുന്ന കുടുംബങ്ങളിലുള്ള 4 പശുക്കളെ കടിച്ചു. അവ പേവിഷബാധ മൂലം ചത്തതായി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. എന്തായാലും തെരുവുനായ്ക്കളുടെ ശല്യം നിയന്ത്രിക്കുന്നതിന് വേണ്ടി പലതവണ പഞ്ചായത്തിനകത്ത് പരാതി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തദ്ദേശ സ്വയം സഹകരണ വകുപ്പ് മന്ത്രിയുടെ മണ്ഡലമാണ്. ഇന്ന് അടിയന്തരമായി ഞങ്ങൾ പൊതുജനങ്ങളെല്ലാവരും കൂടി ഒരു മാസ് പെറ്റീഷനായിട്ട് മന്ത്രിക്ക് കൈമാറുന്നുണ്ട്. അടിയന്തരമായിട്ട് ഈ തെരുവുനായ്ക്കളുടെ നിയന്ത്രണം അവരെ നിയന്ത്രിക്കണം. തെരുവുനായ്ക്കളുടെ കടിയേറ്റ് പശുക്കൾ ചത്തതോടെ ക്ഷീരകർഷകരും ദുരിതത്തിലായിരിക്കുകയാണ്. ഇവയുടെ സ്രവം വഴി രോഗബാധ മനുഷ്യരിലേക്കും പടരാൻ സാധ്യതയുള്ളതായും ആശങ്കയുണ്ട്. സ്ഥലത്ത് തെരുവുനായ ശല്യം രൂക്ഷമെന്നും പേവിഷബാധ ഏറ്റ മൃഗങ്ങളെ പരിപാലിക്കുന്നവരും ശരീരങ്ങൾ ജനങ്ങൾ മറവ് ചെയ്യുന്നവരും അതീവ ജാഗ്രത പാലിക്കണമെന്ന് ഹെൽത്ത് ഇൻസ്പെക്ടറും ആരോഗ്യവകുപ്പും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 4ഓളം പശുക്കളെ നായ്ക്കൾ ആക്രമിക്കുകയും അതിൽ 3 പശുക്കൾ ഇപ്പോൾ മരണപ്പെടുകയും ഉണ്ടായിട്ടുണ്ട്. അപ്പം കർഷകർ ഇപ്പം അവരുടെ വീടുകളിലുള്ളവർ ഈ പശുക്കളുമായിട്ട് സമ്പർക്കത്തിലുള്ളവർ ഹോസ്പിറ്റലായിട്ട് ബന്ധപ്പെട്ട് വാക്സിനൊക്കെ എടുക്കുന്ന രീതിയിലേക്ക് വന്നിരിക്കുകയാണ്. പിന്നെ 2 പശുക്കളെ ഇപ്പോൾ മറവ് ചെയ്തു. അപ്പം അങ്ങനെ ഒരു നായ്ക്കളുടെ ഒരു ശല്യം വളരെ രൂക്ഷമായ അവസ്ഥയാണ് ഇപ്പം. അപ്പം ഇത് വേറൊരു ആട്ടിൻകുട്ടിയെ കടിക്കുകയും ചെയ്തിട്ടുണ്ടല്ലേ. ആട്ടിൻകുട്ടിയെ കടിച്ച് അതും ചത്തുപോയിട്ടുണ്ട്. അങ്ങനെ ഒരു രൂക്ഷമായ അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. അപ്പം ഇവയുടെ ഈ സ്രവം ആയിട്ട് സമ്പർക്കത്തിൽ വരുമ്പോഴത്തേക്കും നമുക്ക് മനുഷ്യനിത് ബാധിക്കുന്നതിനുള്ള സാധ്യത കൂടുതലുണ്ട്. ഈ അസുഖം ബാധിച്ച മൃഗങ്ങളെ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ അവയെ പരിപാലിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. അവയുടെ സ്രവങ്ങളൊക്കെ നമ്മുടെ ദേഹത്ത് സ്പർശിക്കാത്ത തരത്തിൽ നമ്മൾ അവയെ കൈകാര്യം ചെയ്യണം. അവയെ മറവ് ചെയ്യുമ്പോഴും അത് ശാസ്ത്രീയമായിട്ട് മറവ് ചെയ്യണം. അതുപോലെ തന്നെ ഇവർ ഉടനടി ഇഞ്ചക്ഷനും എന്തായാലും നിർബന്ധമായിട്ടും എടുക്കേണ്ടതാണ്. സംഭവത്തിൽ തെരുവുനായ്ക്കളെ നിയന്ത്രിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് MLAയും മന്ത്രിയുമായ MP രാജേഷിന് പരാതി നൽകുവാനുള്ള ഒരുക്കത്തിലാണ് നാട്ടുകാർ. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പ്രദേശത്ത് സന്ദർശനവും നടത്തി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പഞ്ചായത്തുകളുടെ പ്രഥമവും പ്രധാനവുമായിട്ടുള്ള ചുമതലയാണ് മാലിന്യ സംസ്കരണത്തോടൊപ്പം തന്നെയുള്ള പ്രധാനപ്പെട്ട ചുമതലയാണ് ഇത്തരത്തിലുള്ള തെരുവുനായ്ക്കളുടെ നിയന്ത്രണം എന്നുള്ളത്. പക്ഷേ ഈ കാര്യത്തിൽ വളരെയധികം വലിയ ഉദാസീനത പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. പ്രത്യേകിച്ചും നമ്മളെ സംബന്ധിച്ചിടത്തോളം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ മണ്ഡലമായ തൃത്താലയിലെ ഹൃദയഭാഗമായ നാഗലശ്ശേരി പഞ്ചായത്തിൽ മാലിന്യ സംസ്കരണത്തിലുള്ള പോരായ്മകളൊക്കെ മൂലം വലിയ രീതിയിൽ തെരുവുനായ്ക്കളുടെ പെനിട്രേഷൻ വലിയ രീതിയിൽ വർധനവുണ്ടായിട്ടുള്ള സാഹചര്യമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസത്തിലാണ് ഈ നാട്ടിലെ സാധാരണക്കാരായ ആളുകളുള്ളത്. തെരുവുനായ്ക്കളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള ശക്തമായിട്ടുള്ള നടപടികൾ, എഫിഷ്യൻ്റായിട്ടുള്ള നടപടികൾ പഞ്ചായത്തും ഭരണ അധികാരികളും ഉണ്ടാക്കണമെന്നുള്ളത് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്.